നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 16, 2026 തിങ്കൾ. അങ്ങനെ ഏകദേശം ഒരാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അവസാനമായി കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായതും. മാത്രമല്ല, ഈ മാസം ഇതാദ്യമായിട്ടാണ് ഒരാഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റയുടെയും ബാലൻസ് ഓഫ് ട്രേഡിന്റെയും റിലീസ് നടക്കുകയുണ്ടായി. അവയുടെ റിസൾട്ടിനെ കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെട്ട നേരിയ ഉണർവിനെ തുടർന്ന് ഇന്ന് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ലഭ്യമായിരുന്നതും. നിഫ്റ്റിക്ക് ഇന്ന് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിലും 22,955 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചു. പിന്നീട് ഉച്ചതിരിഞ്ഞ് മാർക്കറ്റിന് ശക്തി ആർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 23,502 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിട്ടു. ഏകദേശം ഇന്ന് 550 പോയിന്റുകൾക്ക് അടുത്തുള്ള ട്രേഡിംഗ് റേഞ്ചാണ് നിഫ്റ്റിയിൽ മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഉണ്ടായത്. മാർക്കറ്റ് ഇന്നത്ര ഹൈലി വോൾട്ടൈലുമായിരുന്നു. തൽഫലമായി 257 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 23,408 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 938 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 655 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 927 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2073 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. M&M, ഗ്രാസിം ഇൻഡസ്ട്രീസ്, ട്രെൻഡ്, അൾട്രാടെക് സിമെന്റ്, ബജാജ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ്, വിപ്രോ, മാക്സ് ഹെൽത്ത് കെയർ, സൺഫാർമ, കോൾ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഓട്ടോ, ബാങ്ക്, FMCG തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ, റിയാലിറ്റി, ക്യാപിറ്റൽ ഗുഡ്സ് തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 2% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സ്മോൾ ക്യാപ്പിന് 0.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 3 പൈസയുടെ നേട്ടത്തോടുകൂടി 92.42 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഇന്ന് നമ്മൾ പല മാധ്യമങ്ങൾ വഴി അറിഞ്ഞു കാണും. ഇന്നലെയും ഇന്നുമായിട്ട് ഇറാന്റെ ഭാഗത്ത് നിന്നും ശക്തമായ ചെറുത്തുനിൽപ്പാണ് എസ്പെഷ്യലി UAEക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതിനാൽ തന്നെ UAEക്ക് ഇറാന്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ ആക്രമണവും ഈ വീക്കെൻഡിലും കൂടാതെ ഇന്നും നേരിടേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് ദുബായ് സ്റ്റോക്ക് മാർക്കറ്റും ഇന്ന് അതിശക്തമായ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. കുറഞ്ഞ വിലയ്ക്ക് ബിഡുകൾ സമർപ്പിച്ചതിനാൽ ഭൂരിഭാഗം ഓഹരി വിൽപ്പനയും സർക്കാർ റദ്ദാക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇന്ന് IDBI ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 16% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ബാങ്കുമായി ബന്ധപ്പെട്ട ചില ഓൺലൈൻ ഗെയിമിംഗ് ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്നുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചതോടെ ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 16% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് പുറത്തു വന്ന ഫെബ്രുവരി മാസത്തെ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റയിൽ ജനുവരിയിലെ 34.68 ബില്യൺ US ഡോളറിൽ നിന്നും ഇന്ത്യയുടെ ഫെബ്രുവരി മാസത്തെ ട്രേഡ് ഡെഫിസിറ്റ് 27.1 ബില്യൺ US ഡോളറായിട്ട് ചുരുങ്ങുകയുണ്ടായി. അതേസമയം ഇന്ന് റിലീസ് ചെയ്യപ്പെട്ട ഫെബ്രുവരി മാസത്തെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തുകയുണ്ടായി. കാരണം 2.13% ഉറച്ചു രേഖപ്പെടുത്തിക്കൊണ്ട് 11 മാസത്തെ ഏറ്റവും ഉയർന്ന തോതിലായിട്ടാണ് ഫെബ്രുവരിയിലെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഉച്ചതിരിഞ്ഞ് ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഓവർസോൾഡ് സോണിലായിരുന്നു നിലകൊണ്ടിരുന്നത്. ആയതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും ഒരു റീബൗണ്ട് മാർക്കറ്റിൽ ഇന്ന് സംഭവിക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. മാത്രമല്ല, നിഫ്റ്റി ഇന്ന് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്ത ഉടനടി തന്നെ വാല്യൂ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ
അതിശക്തമായി പ്രകടമാവുകയും ചെയ്തു. എസ്പെഷ്യലി മെറ്റൽ, ഓട്ടോ, ബാങ്ക്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, FMCG തുടങ്ങിയ മേഖലകളിൽ. മാത്രവുമല്ല, തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിൽ ഹീറ്റപ്പ് ആയിക്കൊണ്ടിരുന്ന ഇന്ത്യ വിക്സിൽ നിന്ന് ക്ലോസിംഗ് ബേസിസിൽ 4.64% ഇടിവോടുകൂടി 21.60 എന്ന ലെവലിൽ ക്ലോസിംഗ് രേഖപ്പെടുത്താനായതും. ഇതിനെല്ലാം പുറമെ ആഗോള എണ്ണ വിതരണത്തിലെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യയുടെ 2 കപ്പലുകൾ കഴിഞ്ഞ ദിവസം കടന്നുപോകുവാൻ സാധിച്ചു. കൂടാതെ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ട പോലെ തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. ഇന്ത്യയുടെ കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് വാൾ സ്ട്രീറ്റ് ജേണലിന്റെ ഭാഗത്ത് നിന്നും പുതിയ റിപ്പോർട്ടുകൾ വരികയുണ്ടായി. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കുവാനായിട്ട് രാജ്യങ്ങൾ ഒരു സഖ്യം രൂപീകരിക്കുവാൻ സമ്മതിച്ചതായി പ്രഖ്യാപിക്കുവാൻ US സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയുണ്ടായി. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ ഒരു നേട്ടത്തിലേക്ക് തിരിയുവാനായതും. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് അനുഭവപ്പെട്ട പോസിറ്റീവ്നെസ് മറ്റുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ അനുഭവപ്പെടുന്നില്ല താനും. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഗ്ലോബലി നടക്കുന്ന ഡെവലപ്മെന്റ്സുകൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്ത് നിന്നും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പുതിയൊരു പ്രഖ്യാപനം വരികയാണെങ്കിൽ അത് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കൂൾ ഓഫ് ആക്കുവാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യം ഇന്ന് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നാളെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുവാൻ ഇടയാക്കും. ഇനി പ്രത്യേകിച്ചൊരു ഡെവലപ്മെന്റ്സും ഇത് സംബന്ധിച്ച് വരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് അവയുടെ നേട്ടം നാളെ ചിലപ്പോൾ കൈവിട്ടു പോവുകയും ചെയ്യാം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ആകെ 96 പോയിന്റുകളുടെ നേട്ടത്തിൽ മാത്രമാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 0.5%, നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ഇന്ത്യൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, കൊറിയൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ചൈന ഉൾപ്പെടെ മറ്റെല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും 0.88% ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.44% ഇടിവും ഗോൾഡിന്റെ വിലയിൽ 0.25% ഇടിവും അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $104.01 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $98.42 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില 5000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് $4980.37 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഗുജറാത്ത് ഇൻജെക്ട് കേരള സോളാർ PV മോഡ്യൂളുകൾക്കായി എർത്ത് വെയർ ടെക്നോളജിയിൽ നിന്ന് 6.06 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. കാമ ഹോൾഡിംഗ്സ് 23 രൂപ 20 പൈസ പെർ ഷെയർ എന്ന നിലയിലുള്ള ഇൻട്രീം ഡിവിഡന്റിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ദാനിഷ് പവർ 48.8 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ബിക്കാച്ചി ഫുഡ്സ് ഇന്റർനാഷണൽ LPG ക്ഷാമം നേരിടുന്നുണ്ട് കമ്പനി. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ലാഭത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി 1.5% മുതൽ 2% കമ്പനിയുടെ പ്രോഡക്ട്സിൽ വില വർദ്ധിപ്പിക്കുവാനായിട്ട് കമ്പനി പദ്ധതിയിടുന്നുമുണ്ട്. വാടെക് വബാക് 1000 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. എക്സികോം ടെലി സിസ്റ്റംസ് ഇലക്ട്രിക് വാഹന ചാർജുകൾ, ലിഥിയം അയൺ ബാറ്ററി പാക്കുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തെലങ്കാന പ്ലാന്റിൽ ഉൽപാദനം ആരംഭിക്കുകയുണ്ടായി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 64 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.